ഹായ് മുത്തുമണീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ചേരുവകൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പയറ് നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് തക്കാളി വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത്, വെണ്ടക്ക കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ആക്കി എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളിക്കറിയാണ് കേട്ടോ. ഇട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. 4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പൊട്ടിത്തെറിച്ചതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇളക്കി കൊടുക്കാം. പാടി വരുന്നത് വരെ ഒരു അടപ്പ് വെച്ച് നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച പച്ചമുളക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കല്ല കേട്ടോ. നമുക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ഇല്ലി കറിവേപ്പില ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളിക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആയ രീതിയിലാണ് നമ്മളിവിടെ തക്കാളിക്കറി തയ്യാറാക്കിയത്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പയറുപ്പേരിയാണ് കേട്ടോ. ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പില അരച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ചേരുവ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു അടപ്പ് വെച്ച് വേവിക്കുക. ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക. കറിവേപ്പില ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളുടെ ചേരുവ ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇനി ഒരു അടപ്പ് വെച്ച് വേവിക്കുക. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലാട്ടോ. അടുത്തതായി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്കപ്പൊരിയാണ്. ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ എണ്ണ ഇതിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചാൽ നമ്മുടെ വെണ്ടക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി കൊടുക്കണേ. എന്നാൽ നല്ല മുരിഞ്ഞ് വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ വെണ്ടക്കപ്പൊരി എന്ന് പറയുന്നത്. ഞാൻ
ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഉമ്മച്ചിനോട് വെണ്ടക്ക പൊരി എന്നെ ഉണ്ടാക്കാൻ പറയാറുണ്ട്. അപ്പൊ ദേ നമ്മുടെ വെണ്ടക്ക നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ചേരുവ എന്ന് പറയുന്നത് മുട്ട പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടപ്പൊരിയാണ് കേട്ടോ. നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട നമുക്കൊന്ന് മറിച്ചിടാം. അപ്പൊ നമ്മുടെ മുട്ട അവിടെ സെറ്റ് ആയിട്ടുണ്ട്, സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുളി കൊണ്ടുള്ള ചമ്മന്തിയാണ്. അമ്മിമ്മലിട്ട് അരച്ച ചമ്മന്തിയാണ് കേട്ടോ. മനക്കൊണ്ട് ഞാൻ നിർബന്ധമായി പറഞ്ഞ് അമ്മിമട്ടി അരപ്പിച്ചതാണ് കേട്ടോ. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, 2 മുളക്, ചെറിയ ഉള്ളി 6 ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്താൽ മക്കളെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് മതി മക്കളെ, ഒരു ചെമ്പട്ടി ചോറ് കാര്യമാവണേ അറിയില്ല. അപ്പൊ നമ്മുടെ ചേരുവകൾ, നമ്മുടെ തക്കാളി കൂട്ടാന്, മുട്ടപ്പൊരി, വെണ്ടയ്ക്കാപ്പൊരി, പയറ്, ബീട്രൂട്ട്, നമ്മുടെ ചമ്മന്തി. അപ്പോൾ നമ്മുടെ പൊതിച്ചോർക്കുള്ള ഐറ്റംസ് നമ്മൾ വായിക്കിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ തക്കാളിക്കറിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പയറുപ്പേരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ വെണ്ടക്ക പൊരി, ഇനി നമ്മുടെ ബീട്രൂട്ട്, നമ്മുടെ മുട്ട വെച്ച് കൊടുക്കും. ഇനിയാണ് നമ്മുടെ ചമ്മന്തി വരുന്നത്. ഇത്രയും ഐറ്റംസ് ആണ് ഒരു വായിൽ ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ തയ്യാറാക്കിയ പൊതിച്ചോറിനുള്ളത്. അപ്പൊ അതെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിവിടെ പാക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ പൊതിച്ചോറ് വാഴയിലൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് നല്ല പൊതിച്ചോറ്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്താക്കാൻ മറക്കരുത്. അടിപൊളിയാണ്. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് തുറന്നത്. നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ തുറന്നപ്പോൾ തന്നെ. നല്ല ചെരുവകളൊക്കെ ചോറിലും കൊണ്ട് ചോറിനില്ല കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ